കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഹിത് അങ്ങനെ ഭാമയോട് പറയണേണ്, സത്യമേ വിഷ്ണുവിൻ്റെ കാര്യം മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ നമ്മുടെ ഹോട്ടലിലെ സ്റ്റാഫ് വിളിച്ചു പറഞ്ഞിരിക്കുക. നമ്മുടെ ഹോട്ടലിലും എല്ലാ സ്ഥാപനങ്ങളിലും ഒരേ സമയം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുക. ടാക്സുകാരും ഇൻകം ടാക്സ് ഓഫീസറും വിജിലൻസുകാരും എല്ലാവരും ഉണ്ട്. ആരൊരാൾ നമുക്ക് ചുറ്റും നിന്ന് നാല് പാടിൽ നിന്ന് നമ്മളെ മുറുക്കുവാണ് സത്യമേ. അന്നേരം അത് കേൾക്കുമ്പോൾ ഭാമ പറയണേ, അത് മനസ്സിലായി, അത് മറ്റാരുമല്ല, നമുക്കറിയാവുന്ന നമ്മുടെ പഴയ ശത്രു തന്നെയാണ് അവൾ, ആ സുസ്മിത. ഇപ്പോൾ അവൾ സ്ഥലത്തെ മേയർ കൂടിയാ. 6 വർഷം മനസ്സിൻ്റെ ഉള്ളിൽ അമർത്തി വെച്ച പക മുഴുവൻ ഇപ്പോൾ അവൾ നമ്മളോട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമയമാണെങ്കിൽ ഇപ്പോൾ ശരിയല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അവളെ തൽക്കാലം ഇപ്പോൾ എതിർത്ത് നിൽക്കാൻ പറ്റില്ല. അവൾ എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ പറഞ്ഞ് ഭാമയകത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ശാലിനിയെ കാണാനായിട്ട് എത്തിയ രാജീവിനെയാണ് കേട്ടോ. അങ്ങനെ രാജീവിനെ കാണുമ്പോൾ ശാലിനി പറയണേ, സത്യം പറഞ്ഞാൽ രാജീവ് സാറിനെ കണ്ടപ്പോൾ മനസ്സിലായതേ ഇല്ല. അന്നേരം രാജീവ് പറഞ്ഞേ, 6 വർഷമില്ലേ നമ്മളൊക്കെ കണ്ടിട്ട്. അന്നേരം ശാലിനി പറയണേ, നോക്കി രാജീവ് സാറേ, മനസ്സിൽ നിന്ന് മായച്ചു കളഞ്ഞതാ ഞാൻ എൻ്റെ ഭൂതകാലം. അതെന്നെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ആരും വരില്ലെന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ അതിൽ നിന്ന് ഒരു കഥാപാത്രം, കുറുപ്പ് സാറ്, എന്നെ കാണാൻ വന്നിരുന്നു. പിന്നാലെ മറ്റൊരു കഥാപാത്രവും കൂടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ സമയം രാജീവ് പറയണേ, ഒരു കഥാപാത്രം എല്ലാം ഉപേക്ഷിച്ച് നാടുവിട്ട് പോയെങ്കിലും അദ്ദേഹം എവിടെയാണ്, എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് ബാക്കിയുള്ള കഥാപാത്രങ്ങൾക്കും ഒരാഗ്രഹം ഉണ്ടാവില്ലേ. ശാലിനിയുടെ കാര്യം പോട്ടെ, ശാരദാമ്മയും ശാലിനിയുടെ അച്ഛനും ഒക്കെ ആ നാട്ടിൽ നിന്ന് പോയി. അവരൊക്കെ എവിടെയാണെന്ന് അങ്ങനെയുള്ള എന്തെങ്കിലും വിവരം ശാലിനി കണ്ടോ? ഞങ്ങൾ കുറേ അന്വേഷിച്ചതാ. എനിക്കും ഷാരിക്കും ആകെ കോണ്ടാക്റ്റ് ഉള്ളത് ഷാമിയുമായിട്ട് മാത്രമാണ്. അവർക്ക് എവിടെയാണ് ഇങ്ങനെ ജീവിക്കുന്നത് അതെന്നൊക്കെ അറിയാനുള്ള ഒരു താല്പര്യം ഞങ്ങൾക്കും ഉണ്ടാവില്ലേ. അന്നേരം ശാലിനി പറയണേ, അച്ഛനും അമ്മയൊക്കെ ഒരുമിച്ചുണ്ട്, അവർ ഒരു സ്ഥലത്തുണ്ട്. അന്നേരം രാജീവ് ചോദിക്കുന്നുണ്ട്, അല്ല ശാലിനി അപ്പേ അവരോട് സംസാരിക്കാറോ കാണാൻ പോകാറോ ഒന്നുമില്ലേ? അന്നേരം ശാലിനി പറയണേ, ഇല്ല, 6 വർഷമായിട്ട് ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ ഫോണിലൂടെ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും ഇനി തിരിച്ച് നാട്ടിലേക്ക് വരുന്നില്ലേ? അന്നേരം ശാലിനി പറയണേ, അങ്ങനെയൊന്നുമില്ല, ഞാൻ എപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ മിക്കവാറും എൻ്റെ കൂടെ അവരും ഉണ്ടാവും. അപ്പോൾ രാജീവ് ചോദിക്കണേ, അങ്ങനെയാണെങ്കിൽ എന്താ ശാലിനി അതിനൊരു താമസം? ശാലിനിക്ക് നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹമില്ലേ? നാട്ടിലെ കാര്യങ്ങൾ വല്ലതും ശാലിനി അറിയുന്നുണ്ടോ? അവിടെ വിഷ്ണു ലോക്കപ്പിലാണ്, അതും ശാലിനിക്ക് കേൾക്കണ്ടേ? അതിനെക്കുറിച്ച് ഒന്നും അറിയണ്ടേ? അന്നേരം ശാലിനി പറയണേ, രാജീവ് സാറിന് മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പറയാനില്ലെങ്കിൽ എനിക്ക് കുറച്ച് അത്യാവശ്യ ജോലികൾ ചെയ്തു തീർക്കേണ്ടതായിരുന്നു. അന്നേരം രാജീവ് പറയണേ, സോറി ശാലിനി ഞാൻ കൂടുതൽ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാനിവിടുന്ന് പോകാൻ പോകുക. പിന്നെ അടുത്ത ആഴ്ച എനിക്ക് കനേഡിയൻ ട്രിപ്പുണ്ട്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരൂ. ഇനി മറ്റു കഥാപാത്രങ്ങളാരും ശാലിനിയെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. അങ്ങനെ പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് രാജീവ് ശാലിനിയോട് ഒന്നുകൂടി പറയണേ, കുറുപ്പ് സാറിനെ കണ്ടപ്പോൾ സാർ പറഞ്ഞിരുന്നു, ശാലിനി പഴയ കാര്യങ്ങളെല്ലാം മറന്ന് ഇവിടുത്തെ ആളായിട്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കുകയാണെന്ന്. കഥ മാറുന്നതോടൊപ്പം കഥാപാത്രങ്ങളും മാറുമെന്ന്. പക്ഷേ ഒരു കാര്യം ശാലിനി ഓർത്താൽ കൊള്ളാം, കഥ നിശ്ചയിക്കുന്നത് ദൈവം മാത്രമല്ല, തിരിച്ചു വരുന്ന ചില കഥാപാത്രങ്ങൾ കൂടിയാ. അങ്ങനെ പറഞ്ഞ് രാജീവ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതേസമയം ശാലിനി രാജീവ് പറഞ്ഞ ആ ഒരു വാക്ക്, വിഷ്ണു ലോക്കപ്പിലാണെന്നുള്ള വാക്ക്, അതിനെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ട് അവിടെ ഇരിക്കുവാണ്. ഇതേസമയം ലോക്കപ്പിൽ കിടക്കുന്ന വിഷ്ണുവിനെയും കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സത്യാമ്മയുടെ വീടാണ്. അവിടെ സത്യഭാമ പിള്ളയെ കൊണ്ട് DGP ഓഫീസറേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ DGP ഓഫീസ് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ പിള്ള പറയണേ, ആ സാറേ, DGP സാറല്ലേ, ഞാൻ സത്യാമ്മയ്ക്ക് ഫോൺ കൊടുക്കാം. അങ്ങനെ പറഞ്ഞ് ഭാമയ്ക്ക് ഫോൺ കൊടുക്കുമ്പോഴേക്കും അയാൾ കോൾ കട്ടാക്കുവാണ്. ഈ സമയം ലാൻഡ് ലൈനിൽ വിളിച്ചു നോക്കുവാണ്. എന്നാൽ അവിടെയും സത്യഭാമയാണ് വിളിക്കുന്നതെന്ന് അറിയുമ്പോൾ അവർ കോൾ അപ്പം തന്നെ കട്ടാക്കി കളയുവാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ രാഘവൻ പറയണേ, കണ്ടില്ലേ ഭാമേ, എല്ലാവരും നമ്മളെ ഒഴിവാക്കുക. അന്നേരം ഭാമയ്ക്കും ആകെ അങ്ങ് ദേഷ്യം വരിക. നമ്മൾ പ്രതാപത്തിലായിരുന്ന സമയത്ത് ഇവനൊക്കെ എത്ര കൈമടക്ക് കൊടുത്തിട്ടുള്ളതാ. കുഞ്ഞിൻ്റെ നൂലുകെട്ടിന്, കാതുകുത്തിന്, മകളുടെ വിവാഹത്തിന്, എല്ലാത്തിനും സത്യഭാമയെ വിളിക്കും. സത്യഭാമ വന്നില്ലെങ്കിലും ഈ കാര്യം അറിഞ്ഞാൽ കഴിയഴിഞ്ഞ് സഹായിക്കുമെന്ന് അവർക്കൊക്കെ അറിയാം. എന്നിട്ടോ പിറന്നാളിനും ആഘോഷത്തിനും എല്ലാത്തിനും കുറേ ആശംസയിട്ട് വരും. എന്നാൽ ഈ സത്യഭാമക്കൊരു ആവശ്യം വന്നപ്പോൾ ആരുമില്ല, എല്ലാവരും ചതിയന്മാരാണ്, നന്ദിയില്ലാത്ത നായ്ക്കൾ എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. ഈ സമയം പിള്ള പറയണേ, നമുക്ക് മുൻ DGP ആയിരുന്ന മാധവൻ സാറിനെ വിളിച്ചു നോക്കിയാലോ? അന്നേരം രാഘവൻ നായർ പറയണേ, അയാളെ വിളിച്ചിട്ട് എന്ത് കാര്യം, അയാളിപ്പോൾ അധികാരത്തിൽ പോലും ഇല്ലല്ലോ. മാത്രമല്ല അയാളൊരു നല്ല ഓഫീസറാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികാരത്തിലുള്ളവർക്കൊന്നും അയാളെ പിടിക്കില്ലല്ലോ. അയാൾക്കും നമുക്ക് വേണ്ടി ഇപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഈ സമയം പിള്ള പറയുക, എൻ്റെ മനസ്സിൽ ഒരു വഴിയുണ്ട്, പക്ഷേ അത് ഞാൻ പറഞ്ഞാൽ സത്യമൊക്കെ ഇഷ്ടപ്പെടുമോയെന്നറിയില്ല. നമുക്ക് സുസ്മിതയുമായിട്ടൊരു കോംപ്രമൈസിന് അത് കേൾക്കുന്നതും ഭാമ പൊട്ടിത്തെറിക്കണേ. കോംപ്രമൈസോ? പിള്ളയ്ക്ക് ഇതെങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി പറയാൻ തോന്നിയത്? അന്നേരം രാഘവൻ ഭാമയെ സമാധാനിപ്പിക്കണേ, ഭാമേ, അയാൾ നമ്മുടെ നല്ലതിനു വേണ്ടി പറഞ്ഞു എന്നല്ലേ ഉള്ളൂ, നീ അത് വിട്ടുകളാ. അന്നേരം ഭാമ പറയണേ, എന്തൊക്കെ വന്നാലും ശരി, സത്യഭാമയുടെ മുഴുവൻ സ്വത്തുക്കളും കടലെടുത്ത് പോയാലും എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും പൂട്ടി മുദ്ര വെച്ചാലും കുഴപ്പമില്ല, ഒരിക്കലും സുസ്മിതയുടെ കാല് പിടിക്കാൻ ഈ സത്യഭാമ പോവില്ല. ഇതേസമയം അർജുൻ വീട്ടിലേക്ക് തിരിച്ചു വരുവാണ്. അർജുനെ കാണുന്നതും ഭാമ വിഷ്ണുവിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക. എന്തായി, വിഷ്ണുവിനെ അവർ കോടതിയിൽ ഹാജരാക്കിയോ? അന്നേരം അർജുൻ പറയണേ, ഇല്ല സത്യാമേ, അവരെന്തോ വലിയ കുരുക്ക് തന്നെ വിഷ്ണുവിനെതിരെ കുരുക്കുന്നുണ്ട്.
അതുമാത്രമല്ല മറ്റൊരു ദുഃഖകരമായ വാർത്തയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കമ്പനി അക്കൗണ്ടും അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ അക്കൗണ്ടും ഫ്രീസാക്കിയിരിക്കുകയാണ്. ആർക്കും ഒരു തുള്ളി പൈസ പോലും ഇനി എടുക്കാൻ പറ്റില്ല. മാത്രമല്ല നമ്മുടെ എല്ലാ കമ്പനികളും അവർ പൂട്ടി മുദ്ര വെച്ച് കഴിഞ്ഞു. അത് കേൾക്കുമ്പോൾ ഭാമയെ രാഘവന് തകർന്നു പോകണേ. ഭാമ പറയുക, ഈശ്വര ഇനി എന്ത് ചെയ്യും? സത്യഭാമ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേക്കാൻ പറ്റില്ല. എല്ലാം അവസാനിച്ചു രാഘവേട്ട. അന്നേരം രാഘവൻ എഴുന്നേറ്റിട്ട് പറയണേ, ഇല്ല ഭാമേ, ഒന്നും അവസാനിക്കില്ല. ധർമ്മത്തെ അടിച്ചമർത്തി അധർമ്മത്തിന് എത്ര നാൾ ജയിക്കാൻ പറ്റും? അധർമ്മത്തെ പാടോടെ ഇല്ലാതാക്കാൻ ഒരു ശക്തി ഉദിച്ചുയർന്നു തന്നെ വരും. നന്മയുടെ രക്ഷയ്ക്കായി ഒരു അവതാരം പിറവിയെടുക്കുക തന്നെ ചെയ്യും. ആ അവതാര പിറവിയുടെ സമയം ആയി കഴിഞ്ഞു ഭാമേ. രാഘവൻ നായർ ഇങ്ങനെ പറയുന്ന ഈ ഒരു സമയത്ത് തന്നെ ശാലിനി തൻ്റെ പേനയെടുത്ത് ഏതൊരു പേപ്പറിലൊക്കെ സൈൻ ചെയ്യുന്നതും കാണിച്ചു പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ചന്ദ്രബോസ് സുസ്മിതേനെ വിളിക്കുന്നതാണ്. സുസ്മിത, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് വിരിച്ചിട്ടപ്പാ? അന്നേരം ചന്ദ്രബോസ് പറയണേ, അത് പിന്നെ നമ്മുടെ കളക്ടറല്ലേ ജോൺ, പുള്ളിക്കാരനെ സസ്പെൻഡ് ചെയ്തു. അയാൾ കൈക്കൂലി വാങ്ങിച്ചതിൻ്റെ വാർത്തയൊക്കെ ഇപ്പോഴത്തെ ചാനലിൽ പോയിക്കൊണ്ടിരിക്കുക. നീ ഇതൊന്നും അറിഞ്ഞില്ലേ സുസ്മിതേ? നീ ഈ ലോകത്തൊന്നും അല്ലേ? അത് കേട്ടോ സുസ്മിത ഷോക്കാകണേ. അയ്യോ, കൈക്കൂലി കേസോ? അയാൾക്ക് നമ്മൾ കൊടുത്ത 3 കോടി രൂപയോ? അതൊക്കെ പാഴായി പോകുമോ? അന്നേരം ചന്ദ്രബോസ് പറയണേ, ആ പൈസ തന്നെയാണ് പ്രശ്നമായിരിക്കുന്നത്. കളക്ടറുടെ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് വന്ന 3 കോടി രൂപ അതിൻ്റെ സോഴ്സ് അന്വേഷിച്ച വിജിലൻസ് എത്തിയിരിക്കുന്നതും വിജിലൻസും ഇൻകം ടാക്സ് ഓഫീസറും എല്ലാം കൂടി വട്ടം കൂടി വളഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ സോഴ്സ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. പണം വന്ന അക്കൗണ്ട് ഏതാണെന്ന് അവർ ട്രേസ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അന്നേരം സുസ്മിത പറയണേ, അല്ല, അതിന് നമ്മൾ കളക്ടറുടെ അക്കൗണ്ടിലേക്കല്ലോ, അയാളുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കല്ലേ പണം വെച്ചതും. അന്നേരം ചന്ദ്രബോസ് പറയണേ, എൻ്റെ സുസ്മിത, നിനക്കെന്തൊരു ബോധമില്ലേ? അത് തന്നെ അവർക്ക് സംശയം ഉണ്ടാക്കിയിരിക്കുന്നത്. അവരതിൻ്റെ സോഴ്സ് അന്വേഷിച്ച് നടക്കുന്നത്. അയ്യോ ചിറ്റപ്പ, ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്നാലും 3 കോടി രൂപ വെറുതെ പോയിരിക്കുന്നത്. അന്നേരം ചന്ദ്രബോസ് പറയണേ, അഴിമതി കേസൊന്നും നമ്മുടെ നേരെ വരാനൊന്നും പോകുന്നില്ല. ഇതുപോലെ എത്ര അഴിമതി കേസ് നടന്നിരിക്കുന്നു. അതല്ല നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നീ പണം മുഴുവൻ മുടക്കിയത് എന്തിനാ? സത്യഭാമയുടെ കുടുംബത്തെ നശിപ്പിക്കാൻ, അവരെ പിച്ചച്ചട്ടി എടുപ്പിക്കാൻ. അതല്ലേ? അതിനുവേണ്ട കാര്യങ്ങൾ തീരുമാനിക്കും. ജോൺ അബ്രഹാമിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നാളെ പുതിയ കളക്ടർ ജോയിൻ ചെയ്യും. അയാൾ നമ്മുടെ വശത്താക്കണോ എങ്ങനെയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. നാളെയാണ് കളക്ടർ വരുന്നത്. ആ പുതിയ കളക്ടറെ നീ വേണം സ്വീകരിക്കാനായിട്ട്. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യണം. എന്നാലും ഇപ്പം നടന്ന ഈ ജോൺ അബ്രഹാമിൻ്റെ ഈ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ചതി നടന്നത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയാണോ എന്ന് എൻ്റെ സംശയം. അന്നേരം സുസ്മിത ചോദിക്കണേ, അതെന്താ ചിറ്റപ്പ അങ്ങനെ പറഞ്ഞത്? നമ്മുടെ ഇടയിൽ നിന്ന് ആരാ? ആ സമയം ചിറ്റപ്പൻ പറയണേ, വേറെ ആര്? നിന്റെ ഭർത്താവെന്ന് പറഞ്ഞ് നടക്കുന്ന ആ കോന്തനില്ലേ ജഗദീപ്, അവൻ തന്നെയാണോ നമ്മൾ ഒറ്റിയതെന്നാണ് എൻ്റെ സംശയം. അന്നേരം സുസ്മിത ആലോചിക്കണേ, ജഗദീപോ? അതിന് ആ മണ്ടന് ഇങ്ങനെയുള്ള വല്ല നിയമസാധ്യതകളെക്കുറിച്ചോ വല്ലതും ബോധമുണ്ടോ? അന്നേരം ചന്ദ്രബോസ് പറയണേ, അവന് ബോധമില്ലായിരിക്കും, പക്ഷേ അവൻ്റെ കൈയും ഇതിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ്റെ കൈ മാത്രമല്ല, നിയമത്തിനെയും ഇതുപോലുള്ള സാധ്യതകളെക്കുറിച്ച് നല്ല വ്യക്തമായ ബോധവും വിവരമുള്ള മറ്റാരുടെയോ ചാണക്യ ബുദ്ധിയും ഇതിൻ്റെ പിന്നിലുണ്ട്. അന്നേരം സുസ്മിത പറയണേ, ചിത്തപ്പൻ എന്തൊക്കെയാണ് പറയുന്നത്? ആരെക്കുറിച്ചോ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അന്നേരം ചന്ദ്രബോസ് പറയണേ, തൽക്കാലം നീ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കണ്ട. നാളെ പ്രധാനപ്പെട്ട ദിവസമോ ആ കളക്ടർ വരും. കളക്ടറെ കയ്യിലെടുക്കാനുള്ള വഴിയാണ് നീ ആലോചിക്കേണ്ടത്. എന്നാൽ ശരി ചിറ്റപ്പ, ഞാൻ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ പറഞ്ഞ് കോൾ കട്ടാക്കുവാണ്. ഈ സമയം ചന്ദ്രബോസും ആലോചിക്കണേ, ഇനി ഞാൻ മനസ്സിൽ കരുതിയിരിക്കുന്നത് പോലെ അവളായിരിക്കുമോ ഇതിൻ്റെ എല്ലാം പിന്നിൽ? അങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് ചന്ദ്രബോസ്. ഇതേ സമയം കളക്ടറിൻ്റെ വണ്ടിയിൽ നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ശാലിനിയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. അങ്ങനെ ശാലിനി നാട്ടിൽ മടങ്ങി വന്നിരിക്കുകയാണ്. വിഷ്ണുവിനെ ജയിലിൽ നിന്ന് രക്ഷിക്കാനും അതേപോലെ ഭാമയുടെ പ്രതിസന്ധിയിൽ നിന്ന് ഭാമയെ രക്ഷിക്കാനും ശാലിനി മടങ്ങിയെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്